സാറേ, നവീൻ ബാബുവിൻ്റെ മരണത്തെക്കുറിച്ചുള്ള ചർച്ചകൾ ഇപ്പോഴും സജീവമായ അന്തരീക്ഷത്തിൽ ഉണ്ട്. അതെങ്ങനെയാണ് അദ്ദേഹം മരിച്ചത്, അതിനകത്ത് ദുരൂഹതകൾ എന്തൊക്കെയാണ്, ആരൊക്കെയാണ് അതിൽ അദ്ദേഹത്തിൻ്റെ മരണത്തിന് ഉത്തരവാദികൾ? പ്രത്യേകിച്ച് ഇതിനകത്ത് ഒരു കഥാപാത്രം പലരും ചർച്ച ചെയ്യപ്പെടാതെ പോകുന്ന ഒരു കഥാപാത്രം സേഫ് സോണിലാണ്. എല്ലാവരും ദിവ്യയുടെ പിന്നാലെ പോകുമ്പോൾ പ്രശാന്തൻ അവിടെ സേഫായി നിൽക്കുന്നു എന്നുള്ളതാണ്. ഈ പ്രശാന്തനിലേക്ക് കൂടുതൽ അന്വേഷണം എത്തേണ്ടതില്ലേ? പ്രശാന്തൻ മാത്രമല്ല സേഫ്, കളക്ടർ സേഫാണ്. അതെ, കളക്ടർ സേഫാണ്. ദിവ്യ അതീവ സുരക്ഷയിൽ തന്നെയാണ്, വളരെ സേഫായിട്ട് തന്നെയാണ് ഇരിക്കുന്നത്. മാസം 1 കഴിഞ്ഞു, ഇപ്പോൾ എവിടെ നിൽക്കുന്നു? ചോദ്യങ്ങൾ ഇങ്ങനെ നിൽക്കുകയാണ്. ചോദ്യങ്ങൾ മാത്രം, ഉത്തരമില്ലാതെ പോലീസും നിൽക്കുകയാണ്. പക്ഷേ ഓരോ ദിവസം കഴിയുന്തോറും ദുരൂഹത ഏറി വരികയാണ്. ഇപ്പോൾ ഈ നവീൻ ബാബുവിൻ്റെ മരണം എന്നൊക്കെ പറയുന്നത് നമ്മുടെ കുടുംബത്തിലെ ഒരാളുടെ മരണം പോലെ കേരളം മുഴുവൻ അതങ്ങ് ഏറ്റെടുത്തു എന്നുള്ളതാണ്. അതെ, ഇല്ല, ഒരു അതിവൈകാരികതയോടുകൂടി കേരളം ഇതിനെ കണ്ടു എന്നുള്ളതാണ്. ഇപ്പോഴും നമ്മുടെ മനസ്സിൽ നിൽക്കുകയാണ് 2 പെൺകുട്ടികൾ ഈ ചിത കത്തുമ്പോൾ ചെയ്യുന്ന ബലികർമ്മങ്ങൾ, വാടി തളർന്ന നവീൻ ബാബുവിൻ്റെ ഭാര്യ, ഇതൊക്കെ കേരളത്തെ മുഴുവൻ ഞെട്ടിപ്പിച്ച യഥാർത്ഥ ജീവിത ചിത്രമായിട്ടങ്ങനെ നിൽക്കുമ്പോൾ പല കാര്യങ്ങളിന് അത് സംശയമുണ്ട്. ഇനിയിപ്പോൾ ഇവിടെ എനിക്ക് തോന്നുന്നു നവീൻ ബാബുവിൻ്റെ ഭാര്യ മഞ്ജുഷ അല്പം ഉണർന്ന് പ്രവർത്തിക്കും. അവർ ഇതിനു മുമ്പൊന്നും മാധ്യമങ്ങളിലൊന്നും അത്ര ശ്രദ്ധ കൊടുത്തില്ല, അതിലിട്ട് വന്നില്ല. കാരണം മരണത്തിൽ തളർന്നു കിടക്കുകയല്ലേ. ഇനിയിപ്പോൾ കാര്യങ്ങൾ മാറി. അപ്പോൾ തഹസിൽദാർ പദവിയിൽ നിന്ന് മാറ്റിത്തരണം, സമാനമായ മറ്റ് തസ്തികയിലേക്ക് കൊണ്ടുവരണമെന്ന് ആവശ്യപ്പെട്ടു. കാരണം തഹസിൽദാർ എന്നൊക്കെ പറഞ്ഞാൽ ഇതുപോലെ വലിയ സമ്മർദ്ദം അനുഭവിക്കുന്ന ഒരു ജോലിയിലാണ്. കാരണം ഇപ്പോഴത്തെ ഒരു മാനസിക അന്തരീക്ഷത്തിൽ ആ ജോലിയിലേക്ക് തുടർന്നു കൊണ്ടുപോകാൻ പറ്റത്തില്ല. എന്നുവെച്ചാൽ മറ്റ് ജോലികളെല്ലാം ഒന്നും എളുപ്പമാണ് എന്നുള്ളതല്ല, എല്ലാ ജോലിക്കും അതിൻ്റേതായ ഉത്തരവാദിത്വമുണ്ട്. അപ്പോൾ എന്നാലും തഹസിൽദാറിൻ്റെ ജോലി വളരെ ഭാരിച്ചതാണ്, വലിയ മാനസിക സംഘർഷം ഉണ്ടാക്കും. നവീൻ ബാബു അനുഭവിച്ചതുപോലെ തന്നെ അവർക്കറിയാതെ, അതുകൊണ്ടത് ആവശ്യപ്പെട്ടിരിക്കുകയാണ്. അപ്പോൾ അതുകൊണ്ട് അങ്ങനെ ജോലിയിൽ അല്പം റിലാക്സ് നേടുമ്പോൾ തന്നെ ഇവർ മിക്കവാറും വളരെ ഇതിൻ്റെ ഈ മരണം എങ്ങനെ സംഭവിച്ചു എന്നുള്ളതിൻ്റെ യാഥാർത്ഥ്യം അറിയാൻ വേണ്ടി മഞ്ജുഷ ഉണർന്ന് പ്രവർത്തിക്കും എന്നുള്ളതാണ്. ഇപ്പം കുറച്ച് നാളായിട്ട് വാർത്തകളിൽ നിന്നൊക്കെ കുറച്ചങ്ങ് മാറി നിൽക്കുകയല്ലേ. അങ്ങനെ മാറ്റി നിർത്തുക. ഇപ്പോൾ പത്തനംതിട്ട ജില്ലാ കമ്മിറ്റി പോലും ഇതിനെക്കുറിച്ചൊന്നും പറയുന്നില്ലല്ലോ. എല്ലാവരും പറഞ്ഞിട്ട് പോയി, ഞങ്ങൾ നവീൻ ബാബുവിൻ്റെ കുടുംബത്തിനോടൊപ്പമാണ്, ഞങ്ങൾ ഇരയോടൊപ്പമാണ് എന്നൊക്കെ പറഞ്ഞിട്ട് പോയി എല്ലാവരും. കണ്ണൂരും പറഞ്ഞു, പത്തനംതിട്ടക്കാർ ഇപ്പോഴും പറയുന്നുകൊണ്ടിരിക്കുകയാണ്. പക്ഷെ കാര്യങ്ങളിലേക്ക് ഇവർ കടക്കുന്നില്ല എന്നുള്ളതാണ്. ഈ അവസരത്തിലാണ് ദുരൂഹത ഏറുന്നത്. ചില ചോദ്യങ്ങൾ ഇവിടെ ബാക്കി നിൽക്കുകയാണ്. നവീൻ മരണത്തിലേക്ക് പോയ വഴി, അത് ശരിക്കും പറഞ്ഞാൽ അതൊരു റൂട്ട് തന്നെ ഉണ്ടെന്നുള്ളതാണ്. ഈ മുനീശ്വരൻ കോവിലിൻ്റെ അവിടെ ഇറങ്ങിയിട്ട് കാറിൽ നിന്ന് ഇറങ്ങി, ഔദ്യോഗിക കാറിൽ നിന്ന് ഇറങ്ങി, പിന്നെ ആരെയൊക്കെ കണ്ടു, ആരെയാണ് കണ്ടത്? അതിനകത്ത് അവിടെ ഒരു ബലമായ സംശയം, ഇദ്ദേഹത്തിൻ്റെ കയ്യിൽ കുറച്ച് പേപ്പറുകളും കാര്യങ്ങളും ഒക്കെ ഉണ്ടായിരുന്നു എന്ന് പറയുന്നുണ്ട്. ഇതുമായിട്ട് അദ്ദേഹം വിജിലൻസിനെ കാണാനായിട്ട് പോയി എന്ന് പറയുന്നുണ്ട്. അത് എന്തിനു വേണ്ടി എന്ന് ചോദിച്ചാൽ, ഒരു 1000 ഏക്കർ ഭൂമി കണ്ണൂരിൽ വ്യാജപട്ടയം ചമച്ച് അവിടെ ഒരു വലിയ കൃത്രിമം നടന്നിട്ടുണ്ട്. അതിന് പിന്നിൽ പാർട്ടിയുണ്ട്, CPM എന്ന് പറയുന്ന പാർട്ടി ഉണ്ട്. അങ്ങനെ ആ വ്യാജപട്ടയം ഉണ്ടാക്കി അതിലൂടെ അത് സ്വന്തമാക്കി. അപ്പം ഇതിനകത്തൊക്കെ ഒരുപക്ഷെ ഈ ADM ആയിരുന്ന നവീൻ ബാബുവിന് ഇതൊക്കെ പറയണം. ഇത് നവീൻ ബാബുവിന് അറിയാമെന്നുള്ളത് ഇവർക്കെല്ലാവർക്കും അറിയാവുന്ന കാര്യം തന്നെയാണല്ലോ. അപ്പോൾ ഇതെങ്ങനെ കൈക്കലാക്കി എന്നുള്ള കാര്യങ്ങളെക്കുറിച്ച്, അതായത് ഈ വിജിലൻസിന് ഇത് കൊടുക്കാൻ വേണ്ടിയാണ് അവിടെ ഇറങ്ങിയത്. അപ്പോൾ ഒരുപക്ഷെ ഈ ഡ്രൈവറെയൊക്കെ അങ്ങ് ഒഴിവാക്കിയതാണ്. പിന്നെ നമ്മളിടയ്ക്ക് മാതൃഭൂമി പത്രത്തിൽ കണ്ടതാണ്, അവരൊരു ഈ നവീൻ ബാബു ഓട്ടോയിൽ വന്ന് റെയിൽവേ സ്റ്റേഷനിൽ ഇറങ്ങുന്നു, അങ്ങനെ ഒരു സ്കെച്ച് അവർ കൊടുത്തിട്ടൊരു വാർത്തയൊക്കെ കൊടുത്തു. എന്നിട്ട് റെയിൽവേ സ്റ്റേഷനിൽ കുറച്ച് നേരം ഇരുന്നു.
പിന്നെ അത് കഴിഞ്ഞ് അങ്ങോട്ടും ഇങ്ങോട്ടും ഉലാത്തുന്നു. അത് കഴിഞ്ഞിട്ട് റെയിൽ പാളത്തിലൂടെ ഇറങ്ങി നടന്നു. പിന്നെ അത് കഴിഞ്ഞ് ഓട്ടോ പിടിച്ചു പോയി എവിടെ, പള്ളിക്കുന്നിലേക്ക്. പള്ളിക്കുന്നിലാണ് അദ്ദേഹത്തിൻ്റെ വീട്, അവിടെ ക്വാർട്ടേഴ്സ്. അപ്പോൾ ഒരു 2-3 തവണ അദ്ദേഹം കളക്ടറേറ്റിലെ യാത്രയപ്പിന് ശേഷം ഓട്ടോയിൽ കയറിയിട്ടുണ്ട്. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ ഈ CCTV ദൃശ്യം എന്തുകൊണ്ട് പരിശോധിക്കുന്നില്ല? പരിശോധിച്ചു കഴിഞ്ഞാൽ ഈ ഓട്ടോക്കാരുടെയും നമ്പറും ഓട്ടോക്കാരെയും കിട്ടുമല്ലോ. പിന്നെ ഈ പാളത്തിലൂടെ ഇറങ്ങി നടന്നു എന്ന് പറയുന്ന എന്തിൻ്റെ അടിസ്ഥാനത്തിൽ? ഇദ്ദേഹം ആത്മഹത്യ ചെയ്തതാണ് എന്ന് വരുത്തി തീർക്കുന്നതിന് വേണ്ടി നവീൻ ബാബുവിനെ പോലുള്ള ADMന്റെ ഒരു ഔദ്യോഗിക പദവിയിലിരിക്കുന്ന ഒരാൾ ഇവിടെ റെയിൽവേ സ്റ്റേഷനിൽ വന്നിട്ട് പാളം ക്രോസ് ചെയ്തൊന്നും അപ്പുറത്തെ പ്ലാറ്റ്ഫോമിലേക്ക് പോകത്തില്ല. പ്രത്യേകിച്ച് കണ്ണൂർ അങ്ങനെ പാളം മുറിച്ചൊന്നും കിടക്കാനായിട്ടുള്ള സംവിധാനത്തിലല്ല. പാളത്തിലോട്ട് ഇറങ്ങാൻ പോലും പറ്റത്തില്ല, അത്ര ഹൈറ്റിൽ തന്നെയാണ് കണ്ണൂർ റെയിൽവേ സ്റ്റേഷൻ. രാത്രിയും പകലും ഒക്കെ ഒരേപോലെ തിരക്ക് അനുഭവപ്പെടുന്നിടമാണ്. ADM നവീൻ ബാബുവിനെ പോലുള്ള ഒരാൾ അവിടെ വന്നിരുന്നാൽ പോലീസുകാർക്ക് എന്താ അറിയത്തില്ല നവീൻ ബാബുവിനെ? അത്ര ഒരു ഉയർന്ന പദവിയിലിരിക്കുന്ന ഒരാൾ. അപ്പോൾ ഇത് ബോധപൂർവം കെട്ടിച്ചമച്ച ഒരു വാർത്തയാണ്. അതിന് മാതൃഭൂമിയെ പോലുള്ള ഒരു പത്രം കൂട്ടുനിന്നോ എന്നുള്ളതാണ് നമുക്കറിയേണ്ടതുമായ ഒരു കാര്യം. അപ്പം അപ്പോൾ ആത്മഹത്യക്ക് സാധ്യതയുണ്ട്. ട്രെയിൻ വരുന്നത് നോക്കി പാളത്തിലൂടെ നടന്നു എന്നുള്ളത് കൊണ്ട്. പിന്നീട് അവിടെ അത് സക്സസ് ആകാത്തത് കൊണ്ട് ഓട്ടോ പിടിച്ച് ഈ ക്വാർട്ടേഴ്സിലേക്ക് പോയതായ എന്ന് വരുത്തി തീർക്കാനുള്ള ഇതാണ്. അപ്പോൾ നമ്മൾ സംശയിക്കേണ്ടതായ ഒരു കാര്യം, ഈ വിജിലൻസിന് ഈ വിവരം അറിയിക്കുന്നതിന് വേണ്ടി പോയതാണ്. ഈ 1000 ഏക്കർ ഭൂമിയുടെ കാര്യത്തിൽ ആ രഹസ്യം പുറത്ത് വിട്ടുകഴിഞ്ഞാൽ ഇത് CPMന്റെ വലിയ ചില തട്ടിപ്പുകളൊക്കെ ഇവിടെ പുറത്തറിയും എന്നുള്ളത് വ്യക്തമായി. അപ്പോൾ വലിയൊരു ഭൂമാഫിയ അവിടെ പ്രവർത്തിച്ചിരുന്നു. ആ ഭൂമാഫിയയുടെ കൈകൊണ്ട് തന്നെയാണ് നവീൻ ബാബുവിൻ്റെ അന്ത്യം നടന്നിരിക്കുന്നതും. അപ്പോൾ ദുരൂഹതകളുടെ ഒരു വലിയ കെട്ടാണ് അവിടെ അഴിഞ്ഞു വീഴാൻ പോകുന്നത്. അപ്പോൾ ഇനി ഇത് കേരളത്തിൻ്റെ പോലീസോ ക്രൈംബ്രാഞ്ചോ ഒന്നും ഏറ്റെടുത്തുകൊണ്ട് ഒരു കാര്യവുമില്ല. ഇത് CBI തന്നെ അന്വേഷിക്കണം. ഇപ്പം എവിടെ നിന്നെങ്കിലും ഇവർ പോലീസുകാർ CCTV ദൃശ്യം കളക്ട് ചെയ്തിട്ടുണ്ടോ? ഇല്ല. റെയിൽവേ സ്റ്റേഷനിൽ വന്നതിൻ്റെ ദൃശ്യം കളക്ട് ചെയ്യാത്ത എന്ത്? ഈ പോയതും വന്നിടും ആദ്യം മുനീശ്വരൻ കോവിലിന് അവിടെ ഇറങ്ങി എന്ന് പറയുന്നു, അവിടുന്ന് കളക്ട് ചെയ്തിട്ടുണ്ടോ? ഇല്ല. ടെലഫോൺ എത്ര പേരുടെ പരിശോധിക്കേണ്ട സമയം കഴിഞ്ഞു, അതൊന്നും തന്നെ ചെയ്തിട്ടില്ല. പോലീസ് ഇതൊന്നും തന്നെ പലതും പുറത്തും വിടുന്നില്ല. അപ്പോൾ കേസ് ഒതുക്കി തീർക്കുക, അതായത് നവീൻ ബാബു ആത്മഹത്യ ചെയ്തു. നവീൻ ബാബുവിൻ്റെ ബന്ധുക്കളും ഒക്കെ വരുന്നതിന് മുമ്പ് ബോഡി പോസ്റ്റ്മോർട്ടം നടത്തിയില്ലേ? ഇത് ഒപ്പിട്ട് കൊടുത്ത് വേണം. എന്തിനായിരുന്നു ഈ തിടുക്കം കാട്ടിയത്? അപ്പോൾ ഇതെല്ലാം എന്താണ്? ഒരു വലിയ ദുരൂഹതയുടെ കെട്ടഴിയുകയാണ്. നവീൻ ബാബു ആത്മഹത്യ ചെയ്തതല്ല, പകരം എന്തു പറ്റി എന്നുള്ളത് കൃത്യമായി അന്വേഷിക്കണം. കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ ABC മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽ ബട്ടണും അമർത്തുക.